പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ. മലബാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മക്കൾ, മൂത്ത മകനും മകളും മരുമകളും പേരക്കുട്ടികളെല്ലാം ചേർന്ന് വണ്ടിയിൽ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, അവർ വരുമ്പോഴേ അറിയുള്ളൂ. വന്നിട്ട് പറയാം അച്ഛാന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. മുഴുവൻ കാണണം കേട്ടോ, സ്നേഹത്തോടെ വാത്സല്യത്തോടെ. നന്ദി, നമസ്കാരം. ഹായ് 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 ഹായ്. പ്രിയമുള്ളവരെ, നമ്മളൊരു സ്ഥലം വരെ പോവാണ്. വഴിയെ പറഞ്ഞുതരാം പോണ സ്ഥലം. അപ്പൊ നമുക്ക് പോവാം. അച്ഛാ പോയിട്ട് വരാം. അച്ഛൻ പോയിട്ട് വരാം. ശരി അമ്മ. ശരി. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഇറങ്ങി. നമ്മൾ പോണത് വടക്കഞ്ചേരിയിലേക്കാണ്. വടക്കഞ്ചേരിയിൽ ഒരു ഉദ്ദേശമുണ്ട്, പോണതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ മൈജി ഷോറൂമിലേക്കാണ് പോണത്. മൈജി ഷോറൂമിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ നമ്മളിതാ നെല്ലിക്കുളങ്ങര അമ്പലം എത്താറായി. നെല്ലിക്കുളങ്ങര അമ്പലത്തിനടുത്ത് തന്നെയാണ് നമ്മുടെ വീടും. ഇതാണ് വേല കഴിക്കണ അമ്പലം, നെല്ലിക്കുളങ്ങര ക്ഷേത്രം. ഇവിടെയാണ് നമ്മൾ വേല പന്തലൊക്കെ ഇടുന്നത്. ഇത് അമ്പലം കാണുന്നുണ്ടാവും എല്ലാവർക്കും. ഇതാണ് അമ്പലം. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെന്മാറ എത്തി. നെന്മാറയിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ സ്കൂൾ വിടുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഒരാളെ കണ്ടു, പ്രതീക്ഷിക്കാതാണ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ വേഗം വണ്ടി നിർത്തി. ഞങ്ങളുടെ ചേച്ചിനെയാണ് കണ്ടത്. അപ്പോൾ ചേച്ചിയായിട്ട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് നിന്നു. കുറേ ആയി കണ്ടിട്ട്. അല്ലെങ്കിൽ ചേച്ചി ഇടയ്ക്ക് വരുന്നതാണ്, ഇപ്പം അങ്ങനെ ഇല്ല, വരുന്നില്ല. അപ്പോൾ ചേച്ചിനെ കണ്ടു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം വീട്ടിലെ വിശേഷവും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ വൈകിയാൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് വടക്കഞ്ചേരി എത്തണ്ടേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്. ഇത് വന്നിട്ട് നമുക്ക് NSS കോളേജിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ഇവിടെ ഉണ്ടാവും, വടക്കഞ്ചേരിയിൽ ഉണ്ടാവും. നമ്മൾ വടക്കഞ്ചേരി എത്തി, ഹൈവേ കയറി. ഇനിയിപ്പോൾ ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വരും. വടക്കഞ്ചേരി നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒരു സൈഡ് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് മൈജി ഷോറൂം എത്തിയിട്ട് നമുക്ക് കാണാം. ഞങ്ങളിത് എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടുന്നവിടെ വണ്ടി നിർത്തിയിട്ട്, ഞങ്ങളിവിടെ നിർത്തട്ടെ, വണ്ടി നിർത്തിയിട്ട് നമുക്ക് മൈജി ഷോറൂം എത്തുമ്പോൾ കാണാം. ഏട്ടൻ വന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ മൈജി ഷോറൂം എത്തി. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അത്യാവശ്യമല്ല, നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സമയമായി, എന്നാലും അധികം കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കൊരു വണ്ടി പോയാലേ നമുക്ക് അടുത്ത വണ്ടി നിർത്താൻ പറ്റുള്ളൂ, അത്രയും തിരക്കാം. അപ്പോൾ അടുത്ത ഒരു വണ്ടി എടുത്താൽ നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വണ്ടി എടുത്തപ്പോൾ എങ്ങനെയോ ഒരു വിധത്തിൽ വണ്ടി നിർത്തി. ഉള്ളിലേക്ക് കയറുകയാണ്. വലിയേട്ടൻ, വലിയുണ്ണി, ചേച്ചി, ഞാനുണ്ട്. അനിയനും ഇല്ല, ഉണ്ണിയും ഇല്ല. അവർ അനിയത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്, ഒരു ഫങ്ഷൻ. അപ്പോൾ ഇനിയിപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതാണ് ഒരു വിഷമം. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ. അപ്പോൾ വലിയേട്ടനൊരു ഫോൺ വാങ്ങണം. അതാണ് ഇന്നത്തെ മൈജിയിലേക്ക് വരാനുള്ള ഉദ്ദേശം. കുറേ ആയി വിചാരിക്കണം. വലിയേട്ടനൊരു നല്ലൊരു ഫോണില്ല, പഴയ സാംസങ് ഫോണാണ് ഉള്ളത്. അത് നല്ല ഹാങ്ങായി. അതുതന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി വലിയേട്ടൻ ഫോൺ വാങ്ങിയിട്ട്. അപ്പം അച്ഛൻ്റെ പഴയ ഫോൺ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നല്ലൊരു ഞങ്ങളിതാ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന് പറയുന്നത്. ഒരുപാട് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ വലിയേട്ടനും ചേച്ചിയും ഞങ്ങളിതാ നോക്കാൻ പോവാണ്, ഫോൺ നോക്കാൻ പോവാണ്. അപ്പോൾ അവർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ. ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടൻ മൈജിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ വെയിറ്റ് ചെയ്യണം. ഏട്ടൻ ഇപ്പോൾ വരും, ജോലി കഴിഞ്ഞ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വലിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫോണ്. നമ്മളിതിന്ന് ഒരെണ്ണമാണ് ചൂസ് ചെയ്തത്, കാണിച്ചു തരാം. ഇപ്പോൾ അവർ വലിയേട്ടനെ എടുത്തിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയേട്ടന് നല്ലൊരു ഫോണ് നോക്കണം, നല്ലൊരു ഫോൺ, ക്യാമറ ക്ലാരിറ്റിയും നമുക്ക് ഇൻറ്റേർണൽ സ്പേസും എല്ലാം ഉള്ളൊരു നല്ലൊരു ഫോൺ നോക്കണം. അപ്പോൾ നിറയെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഓണമായിട്ട് നിറയെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏട്ടൻ വന്നു. ഏട്ടൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ.
ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, നോക്കാം. കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതാ നമുക്ക് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ചൂസ് ചെയ്യാം. നീ സന്തോഷമായ ഗിഫ്റ്റ് കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ ഫോൺ വാങ്ങി. ഇതാ ഫോൺ അവർ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫോട്ടോ എടുക്കുകയാണ്. അവർ നല്ല കസ്റ്റമർ സർവീസ് ഉണ്ട്, മൈജിയിൽ നല്ല കസ്റ്റമർ സർവീസ് ഉണ്ട്. സഞ്ജിത്ത് എന്നാണ് ഈ കുട്ടിയുടെ പേര്. കുറേ നേരം നമ്മളുമായിട്ട് സംസാരിച്ചു. നല്ലോണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം. ഞങ്ങൾ ഏട്ടന് ഫോൺ വാങ്ങിച്ചു. ഇപ്പം തന്നെ സമയമായി, ഒരുപാട് ഗിഫ്റ്റായി. ഇതാണ് ഞങ്ങൾ വാങ്ങിയ ഫോണ്. വലിയേട്ടന് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് വലിയേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊക്കെ നമുക്ക് വലിയേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. വലിയേട്ടാ, Vivo Y200 popular യൂസ് ചെയ്താലും പറയാൻ പറ്റും.